Hello everyone, welcome back to another video of Triple Commerce Academy. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് +1 എന്താ പറയുക ഫസ്റ്റ് ടേം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ രസകരമായിട്ട് ഇരിക്കുകയായിരിക്കും. ഓണത്തിൻ്റെ ഹാങ് ഓവറൊക്കെ നിങ്ങൾക്ക് കുറച്ചുണ്ടാവും. ഞങ്ങൾക്കും ഉണ്ട്. ഓണാഘോഷം അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം എല്ലാ ആൾക്കാർക്കും ഭയങ്കര രസകരമായിട്ടുള്ള ഓണാഘോഷങ്ങളായിരുന്നു എല്ലായിടത്തും എന്നൊക്കെ അറിഞ്ഞു. ഞങ്ങൾക്കും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ഓണാഘോഷമായിരുന്നു. നാട്ടിലാണെങ്കിലും ഇവിടെ കൊച്ചിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ രസകരമായിട്ടുള്ള ആഘോഷങ്ങളായിരുന്നു. അപ്പം നിങ്ങൾക്കും അങ്ങനെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാ 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു സീസൺ സംഭവിക്കാൻ പോവാണ്. ക്രിസ്മസ് വരാൻ പോവാണ്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ, അതിൻ്റെ രാവുകൾ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനുള്ള എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിന് മുന്നേ ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ സെക്കൻഡ് ടേം തുടങ്ങാൻ പോവാണ് +1 ഇംഗ്ലീഷിൻ്റെ. എസ്പെഷ്യലി ദിസ് വീഡിയോസ് പെർട്ടിക്കുലർലി ഫോർ ഇംഗ്ലീഷ്. നമ്മുടെ സെക്കൻഡ് ടേമിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോണത് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക്, ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണ്. ടേം 1 എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുമുണ്ട്. എക്സാം നമുക്ക് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നില്ല. അതും കൂടി നമ്മൾ സെക്കൻഡ് ടേമും കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്രിസ്മസ് എക്സാമിനായിരിക്കും നിങ്ങൾക്ക് നടത്തുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ചുമ്മാ നമ്മൾ തമാശ കളിച്ചിരിക്കരുത്. പ്രിപ്പറേഷൻസ് എടുക്കുക, അതിൻ്റെ കൂടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇസ് ഫൈൻ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ടേം 2 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണേ. യൂണിറ്റ് 2 ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. യൂണിറ്റ് 2 നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മുടെ ടേം 2 നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടേം 2 നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു സിസ്റ്ററിൻ്റെയും ഒരു ബ്രദറിൻ്റെയും അവരുടെ സ്നേഹത്തിൻ്റെ ഒക്കെ കഥ പറയുന്ന കുറേ ഇമോഷണൽ സൈഡുകളൊക്കെ ഉള്ള, ഇമോഷണൽ ഷെയ്ഡ്സ് ഒക്കെ ഉള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. എനിക്കിഷ്ടമുള്ള ഒരു 3-4 ചാപ്റ്റേഴ്സിലെ ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട്. ഇപ്പം എന്തായാലും പേരൊന്ന് പഠിച്ചു വെക്കുക. യൂണിറ്റ് 3 വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോം, ഒരു കവിത നമ്മൾക്ക് പഠിക്കാനുണ്ട്. കവിതയുടെ പേര് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ളതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ വരുന്നത് ദ ട്രിപ്പ് ഓഫ് ലഹോള എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഒരു ട്രാവലോഗ് ബേസ്ഡ് ആയിട്ടുള്ള, ഒരു ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദ ട്രിപ്പ് ഓഫ് ലഹോള. ഒരു ഹോട്ട് എയർ ബലൂണിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന കുറച്ച് പേരും അവരുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്ന ഭയങ്കര രസകരമായിട്ട് വായിക്കാൻ പറ്റുന്ന, പഠിക്കാൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ദ ട്രിപ്പ് ഓഫ് ലഹോള എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ, എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാവൽ റൈറ്റിംഗ് തന്നെ പറയാൻ പറ്റുന്ന ഒരു കഥ പോലെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. കുറച്ച് ട്രൈബൽ ഏരിയകളും ഒരു പെർട്ടിക്കുലർ വിശ്വാസത്തിനെ കുറിച്ചിട്ടും ആചാരങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു എന്താ പറയുക, ഒരു ചാപ്റ്റർ. അതാണ് ദി സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് യൂണിറ്റ് 3 വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമർ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ലിറ്ററേച്ചർ മാത്രമല്ല, അതിൻ്റെ കൂടെ ലിംഗ്വിസ്റ്റിക് എലമെൻറ്റ്, അതായത് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്കോഴ്സുകളും കൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, യൂണിറ്റ് 4 വരുമ്പം ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. നമുക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ കേരളമായിക്കോട്ടെ മൊത്തത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളും അല്ലാത്ത ദുരന്തങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതിൻ്റെ മിറ്റിഗേഷൻ പ്രോഗ്രാംസ് എങ്ങനെ ചെയ്യണം, അതിനെ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രാക്ടിക്കൽ ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു എസ്സേ ആയിരിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്, ദ സെറാങ് ഓഫ് രണഗഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. കണ്ടോ, ട്രസ്റ്റ് മീ, ദിസ് ഇസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ചാപ്റ്റേഴ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ ഹോൾ സിലബസ് എടുക്കുകയാണെങ്കിൽ എനിക്കതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദ സെറാങ് ഓഫ് രണഗഞ്ചി എന്ന് പറയുന്നത്. ഒരു ഇമോഷണൽ സൈഡുള്ള, നമ്മൾ ഒരാളെയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സംഭവം പറയാറില്ലേ? അതുപോലെ നമ്മൾ
ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ ഒരാളെ ചിലപ്പം ജഡ്ജ് ചെയ്തേക്കാം. അത് എത്രമാത്രം തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചാപ്റ്ററാണ് ദ സെറാങ് ഓഫ് രണാഗഞ്ചി. ഞാൻ ആ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഒന്നും പൊട്ടിക്കുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാപ്റ്റർ പഠിക്കാം. പിന്നെ ഇപ്പം എന്തായാലും ഈ പേര് മറന്നു പോകേണ്ട, ദ സെറാങ് ഓഫ് രണാഗഞ്ചി എന്നുള്ള ചാപ്റ്റർ ഒന്ന് ഓർത്ത് വെച്ച ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, എജെ ക്രോണിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഓക്കെ, ഫൈനലി ഈ ഒരു സെക്കൻഡ് ടേമിൽ നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റെക്ക് ഓഫ് ടൈറ്റാനിക്. ജാക്കും റോസും അവരുടെ പ്രണയം മനോഹരമാക്കിയ ടൈറ്റാനിക് കപ്പലിന്റെ തകർച്ചയെ കുറിച്ചുള്ള, നിങ്ങൾ ടൈറ്റാനിക് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് പോമാണ് കേട്ടോ. ആ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു പോമാണ് ദ റെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. ട്രസ്റ്റ് മീ, ഒരു ഇമോഷണൽ സാധനമാണ്. നമുക്ക് നോക്കാം. എന്തായാലും ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കൂടെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് എലമെന്റ്സും കൂടെ, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഡിസ്കോഴ്സുകളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആകെ മൊത്തം ടോട്ടൽ നമുക്ക് അടിപൊളിയാക്കാനുള്ള ഒരു ടേമാണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. കുറച്ചധികം പ്രിപ്പറേഷൻസ് എടുക്കേണ്ടതുണ്ട്, കാരണം നമ്മുടെ ഫസ്റ്റ് ടേം അവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമുക്ക് എക്സാം സംഭവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് എടുക്കാം. അതിന് നിങ്ങളുടെ കൂടെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ടേമും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര മാത്രമാണ് നിങ്ങളോട് പറയാനുള്ള. ബാക്കി കാര്യങ്ങളും കൂടുതൽ വീഡിയോകളും അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ലൈവുകളും ക്ലാസ്സസും ഒക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് ട്രിപ്ലൈ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Keep watching, keep listening. This is me, Hari, signing off. Thanks for watching.